ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് സേമിയ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. പായസമൊക്കെ ഉണ്ടാക്കുന്ന അത്രയും സമയമൊന്നും നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ. വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടറിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് എടുക്കാം. ഞാൻ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു 150 ഗ്രാം സേമിയാണ്. ഈ സേമിയ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വറുത്തിട്ടുള്ള സേമിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വറുക്കാത്ത സേമിയ ആയത് കാരണം തന്നെ ഞാനിത് ബട്ടറിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിലൊന്ന് വറുത്തെടുക്കുമ്പോൾ സേമിയക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. ഒരുപാട് കളറ് മാറോളൊന്നും വറുത്തെടുക്കേണ്ട, അത്രയും മതി. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ലിറ്റർ പാല് ഒഴിച്ചിട്ട് നല്ല പോലെ സേമിയ ഒന്ന് വേവിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് പാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പശുവും പാലോ ഇല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയിട്ടുള്ള പാലോ ഇല്ലെങ്കിൽ തേങ്ങാപ്പാലോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര അതുപോലെ തന്നെ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്താൽ മതി. ഇനി പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ ഒരു സേമിയ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് സേമിയ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. പാലൊക്കെ വറ്റി നല്ല പോലെ സേമിയ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഏലക്ക വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എസൻസ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില എസൻസ് കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാനിലൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഒരുപാട് അങ്ങോട്ട് വറ്റിച്ച് വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല പോലെ തന്നെ സെറ്റായി കിട്ടും. ഈ ഒരു പാകത്തിന് നമ്മൾ എടുത്താൽ തന്നെ. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഏതെങ്കിലും ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സേമിയ കേസരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ നിർബന്ധമൊന്നുമില്ല. കുറച്ച് സമയം പുറത്ത് വെച്ചാൽ തന്നെ നല്ല പോലെ തന്നെ സെറ്റായി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊന്ന് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് റോസ് പെറ്റൽസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ റോസ് ആയിട്ട് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റ്. നമ്മൾ ഇതൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു റോസിൻ്റെ ഫ്ലേവറും കൂടെ നമുക്ക് കഴിക്കുന്ന സമയത്ത് കിട്ടും. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പിസ്തയോ ബദാമോ അതുപോലെ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ഇത് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. എന്നിട്ട് തണുപ്പിച്ചിട്ട് വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ. ഞാൻ അപ്പോൾ തണുപ്പിച്ചിട്ടില്ല കേട്ടോ. സെറ്റ് ചെയ്ത സമയത്ത് തന്നെ ഇത് മുറിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണമെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.